എന്നാ പോണേ? ഞാൻ മിക്കവാറും ഇന്ന്. അവിടെ വൈൻയാർഡ്സ് കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോട്ടങ്ങൾ? ഇല്ല. പഴയ സോളമൻ രാജാവിന്റെ മുന്തിരിത്തോട്ടങ്ങളെ പറ്റി ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. പുതിയ അതിനേക്കാളും ബെറ്ററാ. ഒരു ദിവസം ഞാൻ അവിടെ കൊണ്ടുപോവാ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ്. എലിസബത്തും ആന്റണിയും മമ്മയും മേരിയും അച്ഛയും. എനിക്ക് കാണുന്നുണ്ട്. എങ്കിൽ കൊണ്ടുപോണ കാര്യം ഞാൻ ഏറ്റു. ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്നറിയോ? അല്ലേ വേണ്ട പറയൂ. പോയി ബൈബിൾ എടുത്ത് വെച്ച് നോക്ക്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം തരും. അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം തരും. തിരക്കില്ലാത്തവരുണ്ട്. എല്ലാവർക്കും പറ്റുന്നതാണ് ഇങ്ങനെ ഓരോ കൃഷികൾ. കാരണം ഫാമിലിയിലൊക്കെ പല പ്രോബ്ലങ്ങളും പലർക്കും ഉണ്ട്. അതൊക്കെ നമ്മൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ഊതിപ്പെരുപ്പ് ചെറിയ കിട്ടുന്ന സമയങ്ങൾ നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കൂടുതൽ സമയം നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്നത്. അതൊക്കെ മാറ്റി വെച്ച് അതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിതത്തിൽ തന്നെ വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ബിസി ആക്കുമ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സമയം ഇത് വേറെ ഒന്നിനും സമയം കിട്ടിയില്ല. നമ്മുടെ ഫാമിലി ലൈഫും സന്തോഷകരമായ, നമ്മുടെ കുടുംബവും നമുക്ക് നല്ല ഫുഡുകൾ കഴിക്കാം, ബാക്കിയുള്ളവർക്കും അതൊരു പ്രചോദനമാവും.